ആഗ്രഹിക്കുന്നത് വിജയിക്കണം എന്ന് തന്നെയാണ്. വിജയിക്കാനുള്ള വഴികൾ ഏതൊക്കെയാണ് എന്ന് വിശദീകരിച്ചുകൊണ്ട് ധാരാളം പുസ്തകങ്ങൾ ഇപ്പോൾ അവൈലബിളാണ്. എത്ര പുസ്തകങ്ങൾ എന്നൊരു കണക്കുമില്ല. അത്രയും മാത്രം പുസ്തകങ്ങളാണ് വിജയിക്കാനുള്ള വഴികളെക്കുറിച്ച്. ചിലത് വിജയിക്കാനുള്ള എളുപ്പ വഴികൾ, അങ്ങനെ പല പുസ്തകങ്ങളും അവൈലബിളാണ്. വിദ്യാർത്ഥികളും മാത്രമല്ല, എല്ലാവരും അത്തരത്തിലുള്ള പുസ്തകങ്ങൾ ഏതെങ്കിലും ഒരെണ്ണമൊക്കെ വാങ്ങി വായിക്കേണ്ടതാണ്. ഞാൻ ഇന്ന് അത്തരം പുസ്തകങ്ങളൊന്നും ഇൻട്രൊഡ്യൂസ് ചെയ്യുകയല്ല ചെയ്യുന്നത്. പകരം ഞാൻ വളരെ കാലങ്ങളായിട്ട് ഈ പുസ്തകങ്ങളൊക്കെ വരുന്നതിന് മുമ്പ് കൊടുത്തിരുന്ന ചില ആശയങ്ങൾ, കുട്ടികൾക്ക് കൊടുത്തിരുന്ന ചില ആശയങ്ങൾ നിങ്ങളുടെ മുമ്പിൽ പങ്കുവയ്ക്കുകയാണ്. ഈ പുസ്തകങ്ങളൊക്കെ വന്നിട്ട് ഒരു 10 വർഷം 12 വർഷമൊക്കെ ആയിട്ടുള്ളൂ. ഒരു 30 വർഷത്തിനപ്പുറത്ത് ഈ കുഞ്ഞുങ്ങളോട് ആദ്യത്തെ ക്ലാസ്സിൽ പറയാറുള്ള കാര്യം, ഇന്നും ആദ്യത്തെ ക്ലാസ്സിൽ നമ്മൾ അവരോടത് പറയുന്നു. 3 കാര്യങ്ങളാണ് വിജയിക്കാനായിട്ടുള്ള 3 കാര്യങ്ങളാണ് അവരോട് പറയുന്നത്. അത് 3ഉം ഇന്ന് നിങ്ങളോട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നു. ഒന്നാമത്തേത്, ഒരു ക്ലിയർ കട്ട് ടാർഗറ്റ്, വളരെ വ്യക്തമായ ഒരു ലക്ഷ്യബോധം. രണ്ടാമത്തേത്, ഞാൻ ഹാർഡ് വർക്ക് എന്നാണ് പറയാറ്, ഇപ്പോൾ അതൊന്ന് മാറ്റിയിട്ടുണ്ട്, പ്ലാൻഡ് ഹാർഡ് വർക്ക്, ആസൂത്രിതമായ കഠിനാധ്വാനം. മൂന്നാമത്തേത്, ദൈവാശ്രയബോധം. ഇങ്ങനെ 3 കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മൾ വിജയിച്ചേ മതിയാകും. നമ്മൾ നേടുന്ന വിജയം ഈ 3 കാര്യങ്ങളിൽ നമുക്കുള്ള ഏറ്റക്കുറച്ചിലിനനുസരിച്ചായിരിക്കും. ഇതിൽ ഒന്നാമത്തേത് തികഞ്ഞ ലക്ഷ്യബോധം. മുമ്പ് ഞാൻ ലക്ഷ്യബോധം എന്ന് മാത്രമേ പറയാറുള്ളൂ. തികഞ്ഞ ലക്ഷ്യബോധം, ക്ലിയർ കട്ട്, വളരെ കൃത്യമായ ഒരു ലക്ഷ്യബോധമാണ് വേണ്ടത്. എനിക്ക് എന്തായി തീരണം, എനിക്ക് ഏത് പ്രൊഫഷൻ കിട്ടണം, അതിനു മുമ്പ് ഏത് സ്കൂളിൽ പഠിക്കണം, ഏത് കോളേജിൽ പഠിക്കണം, ഏത് മെഡിക്കൽ കോളേജിൽ പഠിക്കണം, ഏത് എൻജിനീയറിംഗ് കോളേജിൽ പഠിക്കണം, ഏത് IIT പഠിക്കണം, ഏത് ബിസിനസ് ചെയ്യണം, എത്ര ഉന്നതിയിലെത്തണം, ഇതൊക്കെ വളരെ വ്യക്തമായി നമുക്കൊരു ധാരണയുണ്ടാവണം. ഞാനിതിന് ഉപോത്ബലകമായി എടുത്തിട്ടുള്ളത് ബൈബിളിൽ നിന്നൊരു പാസേജാണ്. യേശു ശിഷ്യഗണങ്ങളോടുകൂടി റോട്ടിലൂടെ പോകുകയാണ്. അന്നൊക്കെ ഇങ്ങനെ പോകുമ്പോൾ, ഗുരുവിന് ചുറ്റും ധാരാളം ആൾക്കാരുണ്ടാവും, ശിഷ്യഗണങ്ങളുണ്ടാവും. ഗുരു പറയുന്നത് ഏറ്റുപറയും. അങ്ങനെയാണ് അകലെയുള്ളവരൊക്കെ കേട്ടിരുന്നത്. വഴിയരികിൽ ഒരു അന്ധയാചകൻ ഇരിക്കുന്നുണ്ടായിരുന്നു. അവൻ യേശുവാണ് പോകുന്നതെന്നറിഞ്ഞപ്പോൾ വിളിച്ചു പറഞ്ഞു, ദാവീദിൻ്റെ പുത്രനായ യേശുവേ, എന്നിൽ കനിയണമേ എന്ന്. അങ്ങനെ അവൻ വിളിച്ചു പറയാൻ തുടങ്ങിയപ്പോൾ മറ്റുള്ളവരൊക്കെ അവനെ ശാസിച്ചു, മിണ്ടാതിരിക്കടാ, യേശുവും ശിഷ്യഗണങ്ങളുമാണ് പോകുന്നത്, നീ എന്താ വിളിച്ചു പോകുന്നതെന്ന്. പക്ഷേ അവൻ കൂട്ടാക്കിയില്ല. അവൻ ശക്തമായി വീണ്ടും വിളിച്ചു പറഞ്ഞു. കാരണം അവന് വ്യക്തമായ ഒരു ലക്ഷ്യബോധം ഉണ്ടായിരുന്നു. അതിന് വ്യക്തത കുറച്ച് കുറവുണ്ടായിരുന്നു, ലക്ഷ്യബോധം ഉണ്ടായിരുന്നു. നമ്മളും ഇതുപോലെ തന്നെ ഏതെങ്കിലും ഒരു ലക്ഷ്യം വെച്ച് മുന്നോട്ട് പോകുമ്പോൾ നമ്മളെ നിരുത്സാഹപ്പെടുത്തുന്ന ഒരുപാട് പേരുണ്ടാവും. അങ്ങനെ വരുമ്പോൾ നമ്മുടെ ആ ലക്ഷ്യത്തിൽ നിന്ന് മാറിപ്പോകും, നമ്മൾ ആ ലക്ഷ്യം ഉപേക്ഷിക്കും. ഇത് ഞാൻ ആ ബൈബിളിൽ നിന്ന് പഠിച്ച ഒരു ഭാഗമാണ്. ആരൊക്കെ നിരുത്സാഹപ്പെടുത്തിയാലും
നമ്മുടെ ലക്ഷ്യത്തിൽ ഒരു മാറ്റവും വരുത്തരുത്. തള്ളിക്കളയാൻ പാടില്ല, ഉപേക്ഷിക്കാൻ പാടില്ല. അങ്ങനെ കുറേ പ്രാവശ്യം നിലവിളിച്ചപ്പോൾ യേശു നിന്നിട്ട് അവനെ വിളിപ്പിച്ചു. അവൻ ഓടി വന്നു, കുതിച്ചു ചാടി വന്നു എന്നാണ് എഴുതിയിരിക്കുന്നത്. എന്നിട്ട് യേശു അവനോട് ചോദിച്ചു, ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത്? എല്ലാവർക്കും മനസ്സിലായ ഒരു കാര്യമാണ്. ആ കുരുടൻ ചോദിക്കുന്നത് വേറെ ഒന്നുമല്ല. ആ കുരുടൻ ചോദിക്കുന്നത് അവന് കാഴ്ച കിട്ടണമെന്ന് തന്നെയാണ്. ഇത് എല്ലാവർക്കും മനസ്സിലായി. യേശുവിന് മാത്രം മനസ്സിലാകാതിരുന്നിട്ടുണ്ടാവുമോ? ഒരിക്കലുമല്ല. യേശുവിനും അത് മനസ്സിലായി കാണും. പിന്നെ എന്തുകൊണ്ട് യേശു ചോദിച്ചു? ഇങ്ങനെ ചോദിച്ചു. വളരെ വ്യക്തമായ കാരണമുണ്ട്. യേശു നമ്മളെ ഒരു കാര്യം പഠിപ്പിക്കുകയാണ്. നീ ഒരു കാര്യം ആഗ്രഹിക്കുമ്പോൾ, ഒരു കാര്യം ചോദിക്കുമ്പോൾ, ഒരു കാര്യം പ്രാർത്ഥിക്കുമ്പോൾ അത് വ്യക്തമായി ആഗ്രഹിക്കുക, ചോദിക്കുക, പ്രാർത്ഥിക്കുക. ആ ക്ലിയർ കട്ട് നേച്ചർ ഓഫ് യുവർ ടാർഗറ്റ്, അതാണ് യേശു അവിടെ ഊന്നി പറയുന്നത്. യേശുവിന് ആ അന്ധനോട് കരുണ കാണിക്കാൻ ഒരുപാട് മാർഗങ്ങളുണ്ട്. ഏതാണ് വേണ്ടത് കൃത്യമായി പറയണമെന്ന്. അപ്പോൾ നമ്മളൊരു കാര്യം ആഗ്രഹിക്കുമ്പോൾ, ആരോടെങ്കിലും എന്തെങ്കിലും ചോദിക്കുമ്പോൾ, നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ കൃത്യതയോടുകൂടി ആഗ്രഹിക്കുക, ചോദിക്കുക, പ്രാർത്ഥിക്കുക. ഇത് നമ്മുടെ മനസ്സിലേക്ക് തമ്പുരാൻ തരുന്ന ഒരു കാഴ്ചപ്പാടാണ്. വ്യക്തത, നമ്മുടെ ലക്ഷ്യത്തിൽ ഒരു വ്യക്തത. നമുക്കൊക്കെ അത് ഉണ്ടോ ഇല്ലയോ എന്ന് നമ്മളൊന്ന് ചിന്തിച്ച് നോക്കേണ്ടതാണ്. രണ്ടാമത്തേത് കഠിനമായ അധ്വാനം, ആസൂത്രിതമായ കഠിനാധ്വാനം. അധ്വാനം കൊണ്ട് മാത്രമായില്ല, അതിനൊരു ആസൂത്രണം വേണം, ഒരു പ്ലാനിങ്, പ്ലാൻഡ് ഹാർഡ് വർക്ക്. ഞാൻ ഒരു ഉദാഹരണം കൊണ്ട് അത് വ്യക്തമാക്കി തരാം. ഇപ്പോൾ കുട്ടികളുടെ കാര്യം എടുക്കുക. നാളെ അവർക്കൊരു പരീക്ഷയുണ്ട്, ഫിസിക്സാണ് പരീക്ഷ എന്ന് വിചാരിക്കുക. ആ കുട്ടിക്ക് ഒരു ടൈം ടേബിളുണ്ട്. ഇന്നത്തെ ടൈം ടേബിൾ പ്രകാരം കെമിസ്ട്രിയാണ് ആ കുട്ടി പഠിക്കാനുള്ളത്. അയാൾ കെമിസ്ട്രി ഇരുന്ന് പഠിച്ചു. വളരെ കൃത്യമായിട്ട് ആ പ്രോഗ്രാം പോലെ തന്നെ അയാൾ പോയി. നാളത്തെ പരീക്ഷയ്ക്ക് വേണ്ടി അദ്ദേഹം കൂടുതലായിട്ടൊന്നും ചെയ്തില്ല. കഠിനാധ്വാനം ചെയ്തു, പക്ഷേ നാളത്തെ ആവശ്യത്തിനുള്ളതല്ല അത് ചെയ്തത്. അതുകൊണ്ട് അയാളുടെ നാളത്തെ ഫിസിക്സ് പരീക്ഷയിൽ അയാൾക്ക് നന്നായി ചെയ്യാൻ പറ്റില്ല. മറിച്ച് അയാൾ ഇന്ന് കെമിസ്ട്രിക്ക് വേണ്ടി ടൈം ടേബിളിൽ ഇട്ടിരുന്ന ആ വിഷയം അത് മാറ്റി ഫിസിക്സ് പഠിച്ചിരുന്നുവെങ്കിൽ അദ്ദേഹത്തിൻ്റെ കഠിന അധ്വാനത്തിന് ആ പരീക്ഷയിൽ ഫലമുണ്ടാകുമായിരുന്നു. പഠിപ്പിക്കുന്ന കാര്യത്തിലും അതുപോലെ തന്നെയാണ്. അടുത്ത ആഴ്ചയിൽ കുട്ടികൾക്ക് ഒരു പ്രത്യേക പരീക്ഷയുണ്ട്. അപ്പോൾ വേണമെങ്കിൽ അതിൻ്റെ തലേ ആഴ്ചയിൽ പുതിയ പോർഷൻസ് എടുക്കുന്നതിന് പകരം അതൊന്ന് പഴയ പോർഷൻസ് അതൊന്ന് പരീക്ഷയ്ക്കുള്ള പോർഷൻസ് ഒന്ന് റിവൈസ് ചെയ്ത് കൊടുക്കാം. ഇല്ല, ആ പോർഷൻ തീർന്നിട്ടില്ല എങ്കിൽ മറ്റ് സബ്ജക്റ്റുകൾ അവിടെ ഒന്ന് നിർത്തിവെച്ച് അത് പരീക്ഷയ്ക്കുള്ള വിഷയത്തിന് കൊടുക്കാം. അതൊരു പ്ലാനിങ് ആണ്. എല്ലാ കാര്യങ്ങളും പ്ലാനിങ്ങോടുകൂടി ചെയ്യുമ്പോൾ എളുപ്പമുണ്ട്. ഞാനൊരിക്കൽ ഒരു കുക്ക് ചെയ്യുന്നത് കാണുകയുണ്ടായി. ആ കുക്ക് ഒരു ഭക്ഷണം, ഏതെങ്കിലും ഒരു സാധനം അത് പാകപ്പെടുത്തി കുക്ക് ചെയ്യേണ്ട പാകമായി കഴിഞ്ഞു. അദ്ദേഹം അടുപ്പത്ത് വെച്ചു. അത് വേവാനായിട്ട് കുറച്ചധികം സമയം വേണമെന്ന് വിചാരിച്ചോളൂ. വേണം.
അത്രയും സമയം വേണം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു കണ്ണ് ആ അടുപ്പിലുണ്ടാവും, അടുപ്പത്തിരിക്കുന്ന പാത്രത്തിലുണ്ട്. അതേസമയം അദ്ദേഹം വന്ന് വെറുതെ ഇരിക്കുകയല്ല, അത് വെന്ത് കഴിയുന്നത് വരെ വെറുതെ ഇരിക്കുകയല്ല അദ്ദേഹം ചെയ്തത്. അദ്ദേഹം വന്ന് അടുത്ത ഐറ്റത്തിന് വേണ്ട പ്രിപ്പറേഷൻ നടത്തിയിരുന്നു. ഇതൊരു പ്ലാനിങ് ആണ്. കഠിനാധ്വാനം ചെയ്യുന്നത് പ്ലാനിങ്ങോടുകൂടി കൂടുതൽ ഫലം ഉളവാക്കാനായിട്ട് ആ കുക്കിന് കഴിയും. ആ കുക്കും 2 സഹായികളും കൂടി 10,000 പേർക്ക് ഭക്ഷണം പാകം ചെയ്തത് ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കാണുകയും മനസ്സുകൊണ്ട് മനസ്സിലാക്കുകയൊക്കെ ചെയ്തതാണ്. ആ പ്ലാനിങ്, നമുക്കൊക്കെ അത്തരത്തിലുള്ളൊരു പ്ലാനിങ് വേണം. നമ്മുടെ ജീവിതത്തിൽ പ്ലാനിങ് ഇല്ലാത്തതാണ് പലപ്പോഴും നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്. ഞാൻ എൻ്റെ പ്രാർത്ഥനകളൊക്കെ ഞാൻ 2.5-3 മണിക്കൂറെങ്കിലും പ്രാർത്ഥിക്കുന്ന ആളാണ്, അതിലും കൂടുതൽ. അതിനൊരു കാരണമുണ്ട്. കാരണം ദൈവം നമ്മളോട് നമ്മുടെ ദശാംശം ആവശ്യപ്പെട്ടിട്ടുണ്ട്. ദശാംശം എന്ന് പറയുമ്പോൾ നമ്മൾക്ക് ലഭിക്കുന്ന പണം മാത്രമല്ല, അത് കൊടുക്കണം, സംശയമില്ല. നമ്മുടെ കഴിവുകളുടെയും ദശാംശം ചോദിച്ചിട്ടുണ്ട്, നമ്മുടെ സമയത്തിൻ്റെ ദശാംശം ചോദിച്ചിട്ടുണ്ട്. എല്ലാത്തിൻ്റെയും ദശാംശം നമ്മൾ കൊടുക്കണം ദൈവമഹത്വത്തിനായിട്ട്. അപ്പോൾ പ്രാർത്ഥനയ്ക്ക് ഞാൻ 2-ലധികം മണിക്കൂർ, 24 മണിക്കൂറിൻ്റെ 1/10 2 മണിക്കൂർ, 2.4 മണിക്കൂറാവും. അതിലധികം സമയം ചിലവഴിക്കും. അപ്പോൾ യാത്ര ചെയ്യുമ്പോഴൊക്കെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ചിലവഴിക്കുകയാണ്. അതൊരു പ്ലാൻഡ് ഹാർഡ് വർക്കാണ്, പ്ലാൻഡ് വർക്ക്. യാത്ര ചെയ്യാത്ത ദിവസം എനിക്ക് ലേറ്റായിട്ടൊക്കെയാണ് എൻ്റെ പ്രാർത്ഥന ഞാൻ മുഴുവനാക്കാറ്. നിങ്ങൾക്കറിയാം, സന്യാസിമാരും വൈദികരുമൊക്കെ അവർക്ക് കാനന നമസ്കാരം എന്ന് പറഞ്ഞിട്ടുണ്ട്. അവർ ദേ ആർ ബൗണ്ട് ടു അത് ചൊല്ലണം എന്നുള്ളത് നിർബന്ധമാണ്. ഒരു അൽമേനിക്ക് അങ്ങനെ ഇല്ല എന്നാണ് എൻ്റെ അറിവ്. എങ്കിലും നമുക്ക് ഏറ്റെടുക്കാം. ഇന്ന പ്രാർത്ഥനകൾ ഞാൻ ഇന്ന് ചെയ്യും, ഞാൻ ബൈബിളിൽ നിന്ന് ഇത്ര ഭാഗം വായിക്കുന്നു. അതൊരു തീരുമാനം നമ്മളെടുക്കുന്നു. ദൈവവും നമ്മളുമായിട്ടുള്ള ഒരു ബന്ധമാണത്, ഒരു എഗ്രിമെൻ്റാണ്. ആ എഗ്രിമെൻ്റ് നഷ്ടപ്പെടാതെ നോക്കുക, ആ എഗ്രിമെൻറ്റിനനുസരിച്ച്. അപ്പോൾ യാത്ര ചെയ്യുന്ന സമയത്ത് എൻ്റെ കൂടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ പറയും അദ്ദേഹത്തോട് അല്പം നേരം വർത്തമാനമൊക്കെ പറഞ്ഞതിന് ശേഷം പറയും, ഞാൻ യാത്ര ചെയ്യുമ്പോൾ പ്രാർത്ഥിക്കാറാണ് പതിവ്. വിരോധമില്ലല്ലോ? ഒരു വിരോധമില്ല എന്ന് പറയും. ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. ഇനി എപ്പോഴെങ്കിലും നമുക്ക് എന്തെങ്കിലും കാര്യം പറയണം എങ്കിലോ അപ്പോഴും നമുക്ക് ആ പ്രാർത്ഥനയൊന്ന് നിർത്തി അദ്ദേഹത്തോട് സംസാരിക്കാം, വീണ്ടും പ്രാർത്ഥിക്കാം. അപ്പോൾ പ്ലാനിങ് നമുക്കുണ്ടാവണം. എല്ലാ കാര്യത്തിനും പ്രാർത്ഥനയ്ക്കൊരു പ്ലാനിങ് വേണം. നമ്മുടെ ഭക്ഷണ കാര്യങ്ങളെക്കുറിച്ച് നമുക്കൊരു പ്ലാനിങ് വേണം, പഠനത്തിനൊരു പ്ലാനിങ് വേണം. എല്ലാ കാര്യങ്ങൾക്കും പ്ലാനിങ്ങോടുകൂടി കഠിനാധ്വാനം ചെയ്യണം. അപ്പോഴാണ് ഏറ്റവും അധികം ഫലം ഉണ്ടാകുക. അധ്വാനിക്കാതെ ഫലം ഉണ്ടാവില്ല, പക്ഷേ പ്ലാനിങ്ങോടുകൂടി അധ്വാനിച്ചാൽ നല്ല ഫലമുണ്ടാകും. പലരും ഈ പ്ലാനിങ് ഇല്ലാതെയാണ് അധ്വാനിക്കുന്നത്. ഏറ്റവും ഫലം തരുന്ന വിധത്തിൽ വേണം നമ്മുടെ പണം ഉപയോഗപ്പെടുത്താൻ, സമയം ഉപയോഗപ്പെടുത്താൻ, ബുദ്ധി ഉപയോഗപ്പെടുത്താൻ. ഇത് 3 കാര്യങ്ങളാണല്ലോ. സമ്പത്ത്, പണം എന്ന് പറയുന്ന പകരം സമ്പത്ത്, പലതരത്തിലുള്ള സമ്പത്തുകളുണ്ട്. ആ സമ്പത്ത് ഉപയോഗപ്പെടുത്തുന്നത്, സമയം ഉപയോഗപ്പെടുത്തുന്നത്, നമ്മുടെ ആരോഗ്യം ഉപയോഗപ്പെടുത്തുന്നത്, നമ്മുടെ കഴിവുകളെല്ലാം ഏറ്റവും അധികം നന്മ ഉളവാക്കുന്ന വിധത്തിൽ വേണം നമ്മൾ ചെയ്യാനായിട്ട്. ഇങ്ങനെയൊക്കെ ചെയ്യുന്ന വ്യക്തി വിജയിച്ചിരിക്കും, ഉറപ്പാണ്, ഒരു സംശയമില്ല. നിങ്ങൾ വിജയിച്ച വ്യക്തികളെ ഒന്ന് നോക്കിക്കോളൂ, അവരിതൊക്കെ ചെയ്തിട്ടുണ്ടാവും, ഒരു മിനിറ്റ് പോലും കളഞ്ഞിട്ടുണ്ടാവില്ല.
ഒരു മിനിറ്റ് പോലും. മൂന്നാമത്തെ കാര്യം ദൈവാശ്രയ ബോധമാണ്. നമ്മൾ പലപ്പോഴും ദൈവത്തെ ആശ്രയിക്കുന്നത് നമ്മൾ പരാജയപ്പെടുമ്പോഴാണ്. തോറ്റു, അല്ലെങ്കിൽ നമുക്ക് വല്ല രോഗങ്ങൾ വന്നു, കടം വന്നു, അങ്ങനത്തെയൊക്കെ അവസ്ഥയിൽ മാത്രമാണ് പലരും ദൈവത്തെ ആശ്രയിക്കുന്നത്. അത്തരം അവസ്ഥയിൽ ദൈവത്തെ ആശ്രയിക്കണം, ഒരു സംശയവും ആ കാര്യത്തിലില്ല. ധ്യാന കേന്ദ്രങ്ങളിലൊക്കെ ചെല്ലുന്നവരിൽ നല്ലൊരു ഭാഗം ജീവിതത്തിലെ ദുഃഖവും ദുരിതവും വേദനയും കഷ്ടപ്പാടും ഒക്കെ ഉണ്ടായതിന് ശേഷം കേട്ടറിയാണ് ധ്യാന കേന്ദ്രങ്ങളിൽ പോയാൽ, തമ്പുരാൻ്റെ അടുത്ത് ചെന്നാൽ ഇതിനൊക്കെ സൊല്യൂഷനുണ്ട്, ഇതിൽ നിന്നൊക്കെ മോചനം കിട്ടും എന്ന് കേട്ട് മനസ്സിലാക്കി, ഓരോരുത്തരുടെ അനുഭവത്തിൽ നിന്ന് മനസ്സിലാക്കി ധ്യാന കേന്ദ്രങ്ങളിലേക്കും നൊവേനകൾ നടക്കുന്ന സ്ഥലങ്ങളിലേക്കും ഒക്കെ ആളുകൾ പോകുന്നുണ്ട്. നല്ല കാര്യമാണ്. അവിടെ ചെന്നാൽ തീർച്ചയായും അതിന് റിഡ്രസ് എന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് മോചനം നമുക്ക് ലഭിക്കും, സംശയിക്കണ്ട. പക്ഷേ ഞാൻ നിങ്ങളോട് പറയും, അത് മാത്രം പോരാ. ദുഃഖം ദുരിതം വേദനയും കഷ്ടപ്പാടും പരാജയവും ഒക്കെ വരുമ്പോൾ തീർച്ചയായിട്ടും തമ്പുരാൻ്റെ അടുത്തേക്ക് ആരും പറയാതെ പോകും. എന്നാൽ നിങ്ങൾ ചെയ്യേണ്ടത് അങ്ങനെയല്ല. നമുക്ക് നേട്ടങ്ങളുണ്ടാവുമ്പോൾ, നമ്മൾ വിജയത്തിൻ്റെ വെന്നിക്കൊടി പാറിപ്പിച്ചുകൊണ്ട് നടക്കുമ്പോൾ, അപ്പോഴൊക്കെ തമ്പുരാനെ മറക്കാതിരിക്കുക എന്നുള്ളതാണ്. നമുക്ക് നേട്ടങ്ങളുണ്ടാകുമ്പോൾ, ധാരാളം നന്മകൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ, അപ്പോഴൊക്കെ തമ്പുരാനെ മറക്കാതിരിക്കുക. ഒരു ചൈനീസ് കഥ ഞാൻ കേട്ടിട്ടുണ്ട്. ആ കഥ ഇങ്ങനെയാണ്. സാത്താൻ ഒരു ആനുവൽ വിസിറ്റ് തമ്പുരാൻ്റെ അടുത്ത് നടത്തുമത്രേ. അങ്ങനെ സാത്താനും ദൈവവുമായിട്ട് ഇങ്ങനെ ഓരോരുത്തരെ കുറിച്ചൊക്കെ ചർച്ച ചെയ്യും പോലും. ചൈനീസ് കഥയാണ്. അങ്ങനെ ദൈവം പറഞ്ഞു, ഒരുത്തനെ ചൂണ്ടിക്കാട്ടിയിട്ട്, നീ ആ അന്തോണി ചേട്ടനെന്ന് നോക്കിയോടാ, എന്ത് നല്ല ഭക്തനാണ്, എന്നെ എപ്പോഴും ആശ്രയിച്ചുകൊണ്ടിരിക്കുന്നു എന്നൊക്കെ ഇങ്ങനെ നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ സാത്താൻ പറഞ്ഞു, അതിപ്പോൾ അവിടുന്ന് അവന് ഒരു കുഴപ്പവും ഉണ്ടാക്കാത്തത് കൊണ്ടല്ലേ, അവനെന്തെങ്കിലും കുഴപ്പങ്ങളൊക്കെ വരട്ടെ, എന്നെ അനുവദിക്കൂ, ഞാൻ അവനെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ ജീവിതത്തിൽ. ജോബിനെ ചെയ്ത പോലെ. ജോബിനെ ദൈവമൊന്നും അല്ലാട്ടോ പരീക്ഷിച്ചത്, പലർക്കും തെറ്റിദ്ധാരണയാണ്. ദൈവം അനുവാദം കൊടുക്കുക മാത്രമാണ് ചെയ്തത്. ജോബിൻ്റെ കഥയോട് ഏകദേശം ബന്ധപ്പെട്ട ഒരു കഥയാണ്, ഒരു ഭാഗം മാത്രം. അങ്ങനെ ഇവന് കൃഷിയൊക്കെ നഷ്ടപ്പെട്ടു പോയി, രോഗങ്ങൾ വന്നു, വീട്ടിൽ മുഴുവൻ പ്രാരാബ്ധമായി. ഇവൻ തമ്പുരാനെ മുറുകെ പിടിച്ചു, വിട്ടില്ല. അടുത്ത കൊല്ലം സാത്താൻ വിസിറ്റിന് ചെന്നു ദൈവത്തിൻ്റെ അടുത്ത്. അപ്പോൾ ദൈവം സാത്താനോട് ചോദിച്ചു, കണ്ണടാ, നീ അന്തോണി കുട്ടിക്ക് എന്തൊക്കെ കുഴപ്പങ്ങളുണ്ടാക്കി, അവൻ അനക്കല്ലല്ലോ, അവനാടാ മിടുക്കാൻ എന്നൊക്കെ തമ്പുരാൻ പറഞ്ഞു. അപ്പോൾ സാത്താൻ അടവൊന്ന് മാറ്റി. സാത്താൻ പറഞ്ഞു, അതിപ്പോൾ അവന് ദുഃഖവും ദുരിതവും വേദനയും കഷ്ടപ്പാടും ഒക്കെ കൊടുത്തിട്ടല്ലേ, അവന് കുറേ സമ്പത്താണ് കൊടുത്തേൻ, അവൻ്റെ കൃഷിപ്പാടങ്ങളൊക്കെ നല്ല വിളവ് തരട്ടെ, കൃഷിയിടങ്ങളൊക്കെ നല്ല വിളവ് തരട്ടെ, അങ്ങനെയൊന്ന്. അപ്പോൾ തമ്പുരാനാണ് നന്മയൊക്കെ ചെയ്യുന്നത്, തിന്മയൊക്കെ ചെയ്തത് പിശാചാണ്. തമ്പുരാൻ പറഞ്ഞു, നീ നോക്കൂ, അടുത്ത വർഷം അവൻ്റെ കൃഷിസ്ഥലങ്ങളൊക്കെ നല്ല ഈൽഡ് തരും. അങ്ങനെ നല്ല ഈൽഡ് വന്നു. സാത്താൻ നിരീക്ഷിച്ചു കൊണ്ടിരുന്നു. ഒരു കൊല്ലം കഴിഞ്ഞപ്പോൾ
എന്തുണ്ടായിന്നറിയാമോ? ഈ അന്തോണിക്കുട്ടി ദൈവത്തെ മറന്നു. അങ്ങനൊരു കഥ, ഒരു ഉപമ യേശു പറയുന്നുണ്ട്. തൻ്റെ കൃഷിസ്ഥലം ഒരുപാട് വിളവ് തന്നപ്പോൾ അവൻ തിന്നു കുടിച്ച് മതിക്കാനായിട്ട് തുടങ്ങി, അഹങ്കരിക്കാൻ തുടങ്ങി. അപ്പോൾ ആ കഥയാണ് ഇവിടെ സംഭവിച്ചത്. അവൻ ദൈവത്തെ മറക്കാൻ തുടങ്ങി. അപ്പോൾ സമ്പത്തുണ്ടാകുമ്പോഴും ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു ഒരു ഘട്ടം, ഒരു മനോഭാവം നമുക്കൊക്കെ ഉണ്ടാകണം. പലപ്പോഴും നമ്മളത് മറന്നു പോവാണ്. നേട്ടങ്ങൾ മാത്രമുള്ളപ്പോൾ മറന്നു പോകുന്നു, തമ്പുരാനെ മറന്നു പോകുന്നു. ദൈവത്തെ മറന്നൊന്നും ചെയ്യരുതേ എന്നൊരു ഗാനം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. നമ്മൾ ദുഃഖത്തിലായാലും ദുരിതത്തിലായാലും വേദനയിലായാലും സന്തോഷത്തിലായാലും സമാധാനത്തിലായാലും ഒരുപാട് നേട്ടങ്ങൾ കൊയ്തെടുക്കുന്ന സമയത്തായാലും ദൈവത്തെ മറക്കാതെ മുറുകെ പിടിക്കാനുള്ള കൃപ, അതാണ് നമുക്ക് ഉണ്ടായിരിക്കേണ്ടത്. ദൈവം നമ്മളെ അതിന് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒപ്പം ഞാൻ ഈ 3 കാര്യങ്ങൾ ഒരിക്കൽ കൂടി ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ്. വിജയത്തിന് വേണ്ട 3 കാര്യങ്ങൾ. 1, വളരെ വ്യക്തമായ ഒരു ലക്ഷ്യബോധം. 2, ഒരു പ്ലാൻഡായിട്ടുള്ള ആസൂത്രിതമായ കഠിനാധ്വാനം. 3, ഏത് സമയത്തും ദൈവത്തെ ആശ്രയിക്കുന്ന ഒരു സ്വഭാവം. ഇത് 3ഉം നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ ഏത് മേഖലയിൽ ജോലി ചെയ്യുന്നവനായാലും ഏത് കാര്യം പഠിക്കുന്നവനായാലും വിജയിച്ചേ മതിയാകൂ. ദൈവം നമ്മളെല്ലാം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.